പിന്നെ ഇ വി ഡി മോഡി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ ഒരു കോമഡി ഷോ കൂടി കണ്ടു. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ആ കോമഡി ഷോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി പറയുന്നത്, ഞാൻ പ്രധാനമന്ത്രിയെ കാണാനായിട്ട് അങ്ങോട്ട് ചെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു പിണറായിയുടെ വീട്ടിൽ റെയ്ഡ് എടുത്തു വന്നു. അപ്പൊ വേടന തന്നെ മറ്റേ മോദി ഫോൺ എടുത്ത് അങ്ങ് കുത്തി. എന്നിട്ട് പറഞ്ഞു സതീശൻ വന്നിട്ട് ഒരു കാര്യം പറഞ്ഞേക്കണേണ്, പെട്ടെന്ന് റെയ്ഡ് നടത്തിക്കൊന്നു മതി. അപ്പൊ ഉടനെ തന്നെ മറ്റേ പുള്ളി പറഞ്ഞു ഒരു സ്ഥലത്തല്ല 12 സ്ഥലത്ത് നടത്തണമെന്ന്. അങ്ങനെ റെയ്ഡ് നടത്തിയത്. എന്റെ പൊന്നു സുഹൃത്തെ, ഈ കോമഡി ഒന്നും പറഞ്ഞ് നമ്മളെ ചിരിപ്പിക്കേണ്ട കാര്യമില്ല. അതിന് താങ്കൾ രമേഷ് പിഷാരടിനെ മുഖ്യമന്ത്രിയാക്കിയാൽ മതി. മനസ്സിലായ? സ്റ്റാൻഡപ്പ് കൊമേഡിയൻ ഗംഭീരമായിട്ട് പിഷാരടി ചെയ്യും. എന്തിനാണ്? പിഷാരടി പോലും ആ പണി നിർത്തി. കാരണം പുള്ളിക്ക് മനസ്സിലായി MLA ഇത്തിരി കൂടി സീരിയസ് ആയിട്ടുള്ള പണിയാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞ പോലെ സലീംകുമാറിനെ പിഷാരടിയിലേക്ക് വിട്ടാൽ മതി, ഞങ്ങൾ ചിരിച്ചോളാം. പക്ഷെ ഈ കാര്യത്തിന് മറുപടി പറയാം. കോൺഗ്രസിന്റെ നിലപാട് എന്താണ്? ഈ നിലപാട് കൊണ്ടുണ്ടായിട്ടുള്ള പ്രശ്നം എന്താണെന്നറിയാമോ? ഇന്ത്യ മുന്നണി തകർന്ന് തരിപ്പണമായിക്കണേണ്. കാരണം അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു ഇത് കോൺഗ്രസ് BJP കൂട്ടുകെട്ടാണെന്ന് പറഞ്ഞു. ഈ DMKയുടെ സ്റ്റാലിൻ പറഞ്ഞു നിങ്ങൾ ഇത് ഒരുമിച്ചുള്ള വൃത്തികേടാണ് ഈ കാണിക്കണം, കോൺഗ്രസിനെ അനുകൂലിക്കുന്ന വൃത്തികേടാന്ന് പറഞ്ഞു. കോൺഗ്രസിനെതിരെയാണ് അവരെല്ലാവരും പറഞ്ഞേക്കണ. ഇത് തേജസ്വി യാദവ് മറ്റേ ബീഹാറിൽ നിന്ന് RJDയുടെ നേതാവ് പറഞ്ഞു, ഉത്തർപ്രദേശിൽ നിന്ന് ഇയാള് പറഞ്ഞു, ഈ പറയുന്ന DMKയുടെ ചോദിക്കുക പോലും ചെയ്ത് അപ്പുറത്തേക്ക് മറുകണ്ഠം ചാടിയത് തെറ്റാണ് കോൺഗ്രസ് എന്ന് പറഞ്ഞു. അപ്പൊ കോൺഗ്രസിന്റെ നിലപാട് എന്താണെന്നാണ് ഇതേവരെ രാഹുൽ ഗാന്ധി മിണ്ടിയിട്ടില്ലെന്നാണ് എൻ്റെ അറിവ്. പുള്ളി പട്ടായയിൽ ടൂർ പോയെന്ന് നമുക്കറിയാൻ പാടില്ല. പക്ഷെ സംഗതി എന്ത് ചെയ്തിട്ടില്ല, പുള്ളി എന്തായാലും മിണ്ടിയിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്ക്. എന്നിട്ട് ഇവിടെ ഒന്ന് കോമഡി പറയുന്നു. ഇതൊന്നും അല്ല എന്റെ സങ്കടം. ഇതൊക്കെ അവരവര് രക്ഷപ്പെടാൻ വേണ്ടി പല അഭ്യാസങ്ങളും ഒക്കെ കാണിക്കും. ഈ മാധ്യമ പ്രവർത്തകർ ഈ വല്ല സമൂസയും പപ്സും കഴിക്കാൻ പോയതാണെന്ന് എന്റെ സംശയം. അല്ല, അവര് വാതറൊന്നും ചോദിക്കണ്ടേ? മുഖ്യമന്ത്രി ഇഡിയെ ഞങ്ങൾക്ക് തടയാൻ പറ്റുമോ നിൽക്കുമ്പോ നിങ്ങൾക്ക് തടയാൻ പറ്റില്ല, അത് ഞങ്ങൾക്ക് അറിയാം. പക്ഷെ പ്രധാനപ്പെട്ട വിഷയം എന്താണ്? വിഷയം രാഷ്ട്രീയമായിട്ട് നിങ്ങൾ ഇതിന് മറുപടി പറ. നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നാണ് നമുക്ക് അറിയേണ്ടത്. കോൺഗ്രസിന്റെ നിലപാടാണ് നമുക്ക് അറിയേണ്ടത്. അല്ലാതെ നിലപാടുകളുടെ രാജകുമാരൻ എന്ന് പറഞ്ഞിട്ട് രാജകുമാരനോ രാജ്ഞിയോ ഒക്കെ അവിടെ നിൽക്കട്ടെ, ഒരു പഠനെങ്കിലും ആകെ എന്നിട്ട് നിങ്ങൾ നിലപാട് പറ. അല്ലാതെ അന്നേരം മറ്റേ പൂക്കി കൂക്കി കാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഓടിക്കളഞ്ഞിട്ട് വല്ല കാര്യം